നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. ഓരോ കോർപ്പറേഷനുകളും ഓരോ പഞ്ചായത്തുകളും ഓരോ മുനിസിപ്പാലിറ്റികളും പിടിക്കാനുള്ള വമ്പൻ പരിശ്രമങ്ങളും വമ്പൻ സന്നാഹങ്ങളും ആരംഭിച്ചിരിക്കുന്നു ഓരോ രാഷ്ട്രീയ പാർട്ടികളും. കേരളത്തിൽ ഏറ്റവും അധികം തീപാറുന്ന മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. കഴിഞ്ഞ വർഷം BJPയും CPMും ഇഞ്ചോടിഞ്ച് പൊരുതിയ ഒരു കോർപ്പറേഷൻ. 35 സീറ്റുകൾ നേടി BJP തങ്ങളുടെ ശക്തി തെളിയിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ CPMന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി നേടിയത് 54 വാർഡുകളാണ്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ ഏറെ മാറി മറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി BJP തങ്ങളുടെ ശക്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. BJP നേടിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽപ്പെട്ട 90-ലധികം വാർഡുകളിൽ BJP ആണ് ഒന്നാം സ്ഥാനത്ത് വന്നത്. അത് BJPക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇപ്പോൾ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി BJPക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 5 മുതൽ 7 വരെ സീറ്റുകൾ നഷ്ടപ്പെട്ടത് നിസ്സാരമായ വോട്ടുകൾക്കാണ്. ഒരു വോട്ടിന് ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. 2 വോട്ടിന് നഷ്ടപ്പെട്ട സീറ്റുകൾ വാർഡുകൾ ഒന്നോ അതിലധികവുമാണ്. 5 മുതൽ 7 വരെ വാർഡുകൾ BJPക്ക് നഷ്ടപ്പെട്ടത് കേവലം വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്കാണ്. 10 സീറ്റുകൾ വരെ നഷ്ടപ്പെട്ടത് 100-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ്. അപ്പോൾ ഈ വാർഡുകളിലൊക്കെ BJP ഇത്ര ചെറിയ മാർജിനിൽ തോക്കാനുള്ള കാരണം എന്താണ്? ആ കാരണം വളരെ നിർണായകമാണ്. മറ്റൊന്നുമല്ല, ഈ വാർഡുകളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഒരു വലിയ പ്രചരണമുണ്ടായി. BJP ജയിക്കാൻ പോകുന്നു, അതുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ, UDFന്റെ വോട്ടുകൾ CPMന് അനുകൂലമായി, ഇടതുപക്ഷത്തിന് അനുകൂലമായി ക്രോസ് വോട്ടിംഗ് നടന്നു. അപ്പൊ വിജയപ്രതീക്ഷയില്ലാത്തത് കോൺഗ്രസിനും UDFനുമാണ്. അപ്പോൾ കോൺഗ്രസിന്റെ UDFന്റെ വോട്ടുകൾ BJP ജയിക്കരുതെന്ന ഒറ്റ വാശിയോടുകൂടി LDFന് അനുകൂലമായി വോട്ട് ചെയ്തു. ആ മണ്ഡലങ്ങളിലാണ് വളരെ ചെറിയ മാർജിനിൽ BJP പരാജയപ്പെട്ടത്. ആ വാർഡുകൾ എന്ന് പറയുന്നത് 1 മുതൽ 10 വാർഡുകൾ വരെ ഉണ്ടാകാം, അല്ലെങ്കിൽ 5 മുതൽ 7 വാർഡുകൾ വരെ ഉണ്ടാകാം. ഇത്തവണ കോൺഗ്രസ് തോൽക്കാൻ വേണ്ടിയല്ല മത്സരിക്കുന്നത്. ആദ്യമായി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ്. അതും നിസ്സാരനല്ല. മുൻ MLA KS ശബരിനാഥൻ, G കാർത്തികേയന്റെ മകൻ, അതിശക്തനായ ഒരു യുവ നേതാവിനെ രംഗത്തിറക്കി കവടിയാറിൽ മത്സരിപ്പിച്ചുകൊണ്ട് ഈ കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അതുമാത്രവുമല്ല, യുവനിര, പരിചിതരായിട്ടുള്ള ആളുകൾ, ഏറ്റവും താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ മുതൽ നല്ല പക്വതയുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ വരെ കോൺഗ്രസ് മത്സരത്തിനിറക്കുകയാണ്. ഇതിന്റെ ഫലമോ കോൺഗ്രസ് അതിശക്തമായ പോരാട്ടം ഇത്തവണ കാഴ്ചവയ്ക്കും. തോൽക്കാൻ വേണ്ടി ക്രോസ് വോട്ടിംഗ് ഇത്തവണ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ UDFന്റെ ഭാഗത്തുനിന്നോ നടക്കില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ അതിന്റെ ഗുണം കിട്ടുന്നത് ആർക്കാണ്? മറ്റാർക്കുമല്ല, BJPക്ക്. നേരിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട വാർഡുകൾ കൂടി BJPക്ക് അനുകൂലമായി വരും. പിന്നെ നരേന്ദ്രമോദിയുടെ ഭരണ സ്ഥിരത, നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന അനുകൂല തരംഗം, തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ 5 വർഷം ഭരിച്ചു മുടിച്ച ആര്യ രാജേന്ദ്ര നേതൃത്വത്തിലുള്ള ഇടതു ഭരണത്തോടുള്ള ജനങ്ങളുടെ വെറുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത വലിയ മുന്നേറ്റം, 90% സീറ്റ് വാർഡുകളിലും ഉണ്ടാക്കിയെടുത്ത മേൽക്കോയ്മ, ഇതെല്ലാം BJPക്ക് അനുകൂലമായ ഘടകങ്ങളാണ്. ഒപ്പം തന്നെ ചില കോണുകളിൽ നിന്നുള്ള ചില വാർത്തകളും വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം കോൺഗ്രസ് സൃഷ്ടിക്കും. അതിന് പകരമായി തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിന് അനുകൂലമായ ചില നീക്കുപോക്കുകളും BJP നടത്തുമെന്നുള്ള ചില സൂചനകളൊക്കെ ചിലയിടത്തുനിന്ന് വരുന്നു. ഇത് വെറും അഭിപ്രായങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കഥകളായിരിക്കാം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ BJPയെ സംബന്ധിച്ച് ഏറെക്കുറെ വിജയം സുനിശ്ചിതമാണ്. കഴിഞ്ഞ തവണത്തെ 35 വാർഡുകൾ എന്നുള്ളത് ഇത്തവണ 60 മുതൽ 65 വരെ വാർഡുകളാക്കി വർദ്ധിപ്പിക്കാൻ BJP കഴിഞ്ഞേക്കും. കോൺഗ്രസിന്റെ ഈ ശക്തമായ മത്സരത്തിനുള്ള തീരുമാനം അത് ഏറ്റവും അധികം ഗുണം ചെയ്യുക BJPക്ക് തന്നെയായിരിക്കും.